അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ പാഠകിതാബാണിത്. ഫിഖ്ഹ് എന്നാൽ ഒരു കർമ്മശാസ്ത്രമാണ്. കർമ്മശാസ്ത്രം കർമ്മം ചെയ്യാനുള്ളതാണ്. അതിനാൽ കർമ്മം ചെയ്യുന്നത് കണ്ടും ചെയ്തും ഫിഖ്ഹ് പഠിക്കണം. അടിസ്ഥാന ഫിഖ്ഹി നിയമങ്ങൾ പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധിവിലക്കുകൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഫിഖ്ഹുൽ ഇസ്ലാമി. സൂക്ഷ്മവും സമഗ്രവുമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്താനും സാധിക്കും വിധം ഇതിന്റെ ബോധനം നിർവഹിക്കണം. സാന്ദർഭികവും സാങ്കല്പികവുമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നിയമം വിശദീകരിക്കുകയും ചിന്തിച്ചും പൊരുൾ കണ്ടെത്തിയും ചെയ്യുന്നത് കണ്ടും ചെയ്തും ഫിഖ് പഠിച്ചാലേ അത് ജീവിതത്തിന് ഉപകരിക്കൂ. ജീവിതത്തിലൂടെ ഇഹപരവിജയത്തിന് വേണ്ടി പഠിക്കുക എന്ന നമ്മുടെ ലക്ഷ്യം മനസ്സിൽ വെച്ച് വേണം ഫിഖിന്റെ ബോധനം നിർവഹിക്കാൻ. നമുക്ക് ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈനാ വഹദാനാ ലിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദി അർഷദനാ ഇലാ സുബിലിസ്സലാം വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ ആഖിരിൽ അയ്യാം. അമ്മാ ബഅദ്. അൽ വഹ്ദത്തുൽ ഊല ഫസ്റ്റ് യൂണിറ്റ് ആണ്. ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ എന്ന ഹെഡിങ്. എന്താ അതിന്റെ അർത്ഥം? വുളു നിലനിർത്തുന്നത് വിശ്വാസി മാത്രമാണ്. ശുദ്ധിയുടെ കാര്യമാണ് ഈ പാഠത്തിൽ പറയുന്നത്. ശുദ്ധി എന്നാൽ ഒരു കേവലം വൃത്തിയല്ല, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധിയാൽ മാത്രമേ ശുദ്ധിയുടെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. നമുക്ക് വായിക്കാം. ത്വഹാറത്ത് എന്നത് കേവലം വൃത്തിയല്ല, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ്. അല്ലാഹു തആലയോടുള്ള മനുഷ്യന്റെ അടിമത്തവും വിനയവും അത് ഉൾക്കൊള്ളുന്നു. ശുദ്ധി ദൈനംദിന മുസ്ലിം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അവിഭാജ്യ എന്നാൽ വിഭജിക്കാൻ പറ്റാത്തത്. ആരാധനകൾ സ്വഹീഹാവാനുള്ള വ്യവസ്ഥയാണ്. ഇസ്ലാം ത്വഹാറത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ, ഉളൂ ചെയ്യൽ, കുളിക്കൽ, തയമ്മം തുടങ്ങിയവ ശാരീരിക ശുദ്ധിയുടെ ഭാഗമാണ്. അതൊക്കെ ശരീരത്തിന്റെ ശുദ്ധിയാണ്. ബഹുദൈവ വിശ്വാസാചാരങ്ങൾ ഒഴിവാക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയവ ആത്മാവിന്റെ വിശുദ്ധിയുമാണ്. അപ്പൊ അത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ ത്വഹാറത്ത് ഉണ്ടാവൂ എന്നർത്ഥം. ശുദ്ധി വിശ്വാസത്തിന്റെ പകുതിയാണ്. അത് അല്ലാഹു തആലയുടെ സ്നേഹത്തിനും തൃപ്തിക്കും കാരണമാവുന്നു. അത് മുഅ്മിനുകൾ വിശേഷണത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ. ഇതാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താ അതിന്റെ അർത്ഥം? വുളൂ നിലനിർത്തുന്ന വിശ്വാസി മാത്രമാണ്. വുളൂ നിലനിർത്തുന്നത് വിശ്വാസി മാത്രമാണ്. സ്ഥിരമായി ശുദ്ധി പാലിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാനും പാപങ്ങൾ പൊറുക്കാനുമുള്ള കാരണമാണ്. ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസവും അഭിമാനബോധവും വളർത്തുന്നു. കൂടാതെ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ ഏറ്റവും പ്രധാനമായ ഒന്നാണ് അത്. അപ്പം എപ്പോഴും വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് രണ്ട് ലോകത്തും വളരെ ഗുണങ്ങളുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിമായ ഏതൊരു മനുഷ്യനും ഒരു നിർബന്ധ നിസ്കാരത്തിന്റെ സമയം ആസന്നമാവുകയും അവൻ നന്നായി അംഗശുദ്ധി വരുത്തുകയും ഭയഭക്തിയും റുക്കൂഉമെല്ലാം ഉത്തമമായ രൂപത്തിൽ നിർവഹിച്ച് നിസ്കരിക്കുകയും ചെയ്താൽ വൻ പാപങ്ങൾ ഒഴികെയുള്ളവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കെല്ലാമുള്ള പ്രായശ്ചിത്തമാണിത്. ഇപ്രകാരം എന്നെന്നും ഉണ്ടായിരിക്കുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ സാരപ്പ വായിച്ചിട്ടുള്ളത്. ശരീരത്തിലെ അഴുക്കുകൾ വൃത്തിയാക്കണം. വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം.
ജട പിടിച്ച തലമുടിയുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാതെയായി. അപ്പോൾ ചോദിച്ചു, ഇയാൾക്ക് തൻ്റെ തലമുടി ഒതുക്കാനൊന്നും ലഭിച്ചില്ലേ? മറ്റൊരിക്കൽ അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ച ഒരാളെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇയാൾക്ക് തൻ്റെ വസ്ത്രം കഴുകാനൊന്നും ലഭിച്ചില്ലേ? ഇതൊക്കെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നഖം മുറിക്കുക, മുടി ചീകുക, ഗുഹ്യരാമം നീക്കുക, മിസ്വാക്ക് ചെയ്യുക തുടങ്ങിയവ തിരുസുന്നത്തുകളാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതാണ്. നജസിൽ നിന്ന് ശുദ്ധിയാവുക, ചെറുതും വലുതും അശുദ്ധിയും ശുദ്ധിയാവുക എന്നിവയാണ് ത്വഹാറത്ത്. ഇതാണ് ത്വഹാറത്ത് എന്ന് പറയുന്നത്. ശുദ്ധീകരണത്തിന് വെള്ളം വേണം. ത്വഹൂർ, താഹിർ, മുത്തനജ്ജിസ് എന്നിങ്ങനെ വെള്ളം 3 വിധമാണ്. ഉളൂഇന്റെയോ കുളിയുടെയോ ഫർളിൽ ഉപയോഗിച്ച വെള്ളം മുസ്താമലാണ്. ഇതാണ് മുസ്താമൽ, യൂസ്ഡ് വാട്ടർ എന്നാണ് പറയാം. ഉളൂഇന്റെയോ കുളിയുടെയോ ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ് മുസ്താമൽ. അതുകൊണ്ട് ഉളൂ എടുക്കാൻ പറ്റൂല, ശുദ്ധിയാക്കാൻ പറ്റൂല. ഇത് ശുദ്ധീകരണത്തിന് പറ്റില്ല. ഉളൂ എടുക്കുമ്പോൾ മുഖം കഴുകിയതിന് ശേഷം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ടാൽ അത് മുസ്താമലായി. അതാണ് നമ്മൾ പറഞ്ഞത് ഫർളിൽ ഉപയോഗിച്ച വെള്ളം എന്ന് പറയുന്നത്. മുഖം കഴുകുക എന്നുള്ളത് ഉളൂവിൻ്റെ ഫർളാണ്. അപ്പം മുഖം കഴുകിയതിന് ശേഷം 2 കൊല്ലത്തായുള്ള കുറഞ്ഞ വെള്ളത്തിൽ കൈയിട്ടാൽ ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റൂല? ശുദ്ധിയാക്കാൻ, ഉളൂ എടുക്കാൻ പറ്റൂല. അത് മുസ്താമല, യൂസ്ഡ് വാട്ടറായി. കുളിയുടെ നിയ്യത്ത് ചെയ്തതിന് ശേഷം ഇപ്രകാരം ചെയ്താലും വെള്ളം മുസ്താമലാകും. അപ്പോൾ കുളിയുടെ നിയ്യത്തും ഫർളാണല്ലോ. കുളിയുടെ നിയ്യത്ത് ചെയ്തിട്ട്, ഫർളായ കുളിയുടെ നിയ്യത്ത് ചെയ്തിട്ട് വെള്ളത്തിൽ കൈയിട്ടാലും ആ വെള്ളം എന്താകും? മുസ്താമലാകും. എന്നാൽ കോരിയെടുക്കുന്നു എന്ന നീയത്തോടെ കൈയിട്ടാൽ മുസ്താമലാവുകയില്ല. എന്താ പറഞ്ഞത്? 2 കൊല്ലത്തെ താഴെയുള്ള വെള്ളത്തിൽ അഥവാ കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഉളു ഉണ്ടാക്കാൻ. അപ്പോൾ അതിൽ നിന്ന് കോരി എടുത്തിട്ടാണ് ഉളു എടുക്കുന്നത്. മുഖം കഴുകുന്നു, കോരി എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം, ഞാൻ കോരി എടുക്കുന്നു എന്ന് മനസ്സിൽ കരുതി മുഖം കഴുകി. വീണ്ടും കോരിയെടുക്കുന്നു എന്ന് മനസ്സിൽ കരുതി 2 കൈയും കഴുകി. ഇതുകൊണ്ട് കുഴപ്പമില്ല, ഇത് മുസ്താമലാവുകയില്ല. എന്താണ് അവിടെ വേണ്ടത്? കോരിയെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം, എന്നാൽ കുഴപ്പമില്ല. മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കൊല്ലത്തായാൽ ത്വഹൂറായി പരിഗണിക്കും. മുസ്താമലായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടി 2 കൊല്ലത്ത് വെള്ളമായാൽ അത് ശുദ്ധിയായി പരിഗണിക്കും എന്നുള്ളതാണ്. വെള്ളത്തിൽ കലരാത്ത ത്വാഹിറായ എണ്ണ പോലെയുള്ളത് കൊണ്ട് ഗുണവ്യത്യാസം വന്ന വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. ഒരു തരം എണ്ണ, അത് വെള്ളത്തിൽ എന്താവൂല? കലരൂല. അങ്ങനത്തെ എണ്ണ കൊണ്ട് അങ്ങനത്തെ വെള്ളം ഗുണവ്യത്യാസം വന്നു, അത് കാരണം കുഴപ്പമില്ല എന്നർത്ഥം, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. മുത്തനജ്ജിസായ വെള്ളം ഉപയോഗയോഗ്യമല്ല. മുത്തനജ്ജിസ് എന്ന് പറഞ്ഞാൽ നജസായ വെള്ളം. നജസ് അതിലേക്ക് വീണു, അപ്പോൾ മുത്തനജ്ജിസായി, അത് ഉപയോഗിക്കാൻ പറ്റൂല. എന്നാൽ സ്വന്തം നിലക്കോ മറ്റു വെള്ളം ചേരുന്നത് കൊണ്ടോ 2 കൊല്ലത്തുള്ള മുത്തനജ്ജിസ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം നീങ്ങി അത് ശുദ്ധിയാകും. 2 കൊല്ലത്ത് മുത്തനജ്ജിസായ വെള്ളമാണ്, അത് സ്വയം അതിൻ്റെ ഗുണവ്യത്യാസം നീങ്ങി. അതല്ലെങ്കിൽ അതിലേക്ക് മറ്റു വെള്ളം ചേർത്തിട്ട് ഗുണവ്യത്യാസം, അതിൻ്റെ നിറവ്യത്യാസമൊക്കെ മാറി ഒറിജിനൽ നിറം വന്നാലും കുഴപ്പമില്ല, അത് ശുദ്ധിയാക്കാം. മുത്തനജ്ജിസായ വെള്ളവും ത്വഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വന്നാൽ 2 വെള്ളമുണ്ട്. അതിലേതാ നജസായ വെള്ളം, ഏതാണ് ശുദ്ധിയുള്ള വെള്ളം എന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത ക്വാളിറ്റി വെള്ളങ്ങളാണ്. എന്നാൽ എന്താ ചെയ്യേണ്ടത്? ഗവേഷണം ചെയ്ത് ത്വഹൂറായ വെള്ളത്തെ മനസ്സിലാക്കണം. നന്നായിട്ട് നോക്കുക, ഏതാണ് ത്വഹൂറായ വെള്ളം എന്ന് മനസ്സിലാക്കിയെടുത്ത് ശുദ്ധിയാക്കണം. നജസും ത്വഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വന്നാൽ അവ രണ്ടും ഗവേഷണം ചെയ്തോ അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. നജസാൻ പൂർണ്ണമായ നജസാണ്. ഉദാഹരണമായി മൂത്രാണ്. അതുപോലെ ഒന്നിലൊരു പാത്രത്തിൽ മൂത്രമുണ്ട്, ഒരു പാത്രത്തിൽ ത്വഹൂറായ വെള്ളമുണ്ട്.
ഇതിൽ ഗവേഷണം ചെയ്തിട്ട് ഏതാണ് തഹൂറായ വെള്ളം, ഏതാണ് നജസായ വെള്ളം ഗവേഷണം ചെയ്തിട്ട് ഇവിടെ ഗവേഷണത്തിനുള്ള ചാൻസ് ഇല്ല, ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. വേറെ വെള്ളം ലഭ്യമല്ലെങ്കിൽ തയമം ചെയ്യേണ്ടതാണ്. വേറെ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ തയമം ചെയ്ത് നിസ്കരിക്കേണ്ടതാണ്. ഇതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. ഇത് നജസും തഹൂറായ വെള്ളവും തിരിച്ചറിയാതെ വരികയാണെങ്കിൽ. എന്നാൽ തൊഹൂറും ത്വാഹിറും തിരിച്ചറിയാതെ വന്നാൽ 2 വെള്ളം കൊണ്ടും 2 ഘട്ടമായി ശുദ്ധീകരിക്കണം. ഒരു ബക്കറ്റിലെ തൊഹൂറുണ്ട്, ഒരു ബക്കറ്റിലെ ത്വാഹിറുണ്ട്. തൊഹൂർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വെള്ളം, ത്വാഹിർ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റും പക്ഷെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഉദാഹരണമായി നാരങ്ങാ വെള്ളം. ഒരേ മാതിരിയാണെങ്കിൽ, ഒരേപോലത്തെ വെള്ളമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 2 ഘട്ടമായി ശുദ്ധീകരിക്കണം. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഉളു എടുക്കുക, 2ാമത് ബക്കറ്റ് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? ഉളു എടുക്കുക. 2 ഘട്ടമായി ശുദ്ധീകരിക്കണം എന്നാണ് പറഞ്ഞത്. വളരെ അത്യാവശ്യമായി പഠിക്കേണ്ട മസ്അലകളാണ് നാം ഇതുവരെ വായിച്ചിട്ടുള്ളത്. ആ ദുആ ഉളുവിൻ്റെ അവസാനം ചെയ്യേണ്ട ദുആയിൽപ്പെട്ട അല്പം അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നാണ് അതിൻ്റെ മീനിങ്. അല്ലാഹുവേ, കൂടുതൽ തൗബ ചെയ്യുന്നവരിലും ശുദ്ധിയുള്ളവരിലും നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിലും എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്നതിൻ്റെ അർത്ഥം. ഈ വർഷം മുതലാണ്, ഈ അധ്യയന വർഷം മുതലാണ് ഖുറാസത്ത് തദ്രീബ് എന്ന പേരിൽ വർക്ക് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അത് കൃത്യമായി ചെയ്യേണ്ടതാണ്. ഇനി ഖുറാസത്ത് തദ്രീബ് നോക്കി തദ്രീബാത്തുകൾ ചെയ്യുക. നോക്കുമ്പോൾ തദ്രീബാത്ത് വായിക്കാം. എന്താണ് ഒന്നാമത്തെ പാഠ തദ്രീബാത്ത്? ഒന്നാമതായി നുക്മിൽ ഫില്ല് ചെയ്യാനാണ്. 1 ശുദ്ധി ഡാഷിന്റെ പകുതിയാണ്, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. 2 ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസവും അഭിമാനബോധവും വളർത്തുന്നു. ശുദ്ധി പാലിക്കൽ ആത്മവിശ്വാസവും അഭിമാനബോധവും പ്രതിരോധം വർദ്ധിപ്പിക്കും. 3 ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ് ത്വഹാറത്ത്. 4 തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കൽ ആത്മാവിൻ്റെ വിശുദ്ധിയിൽപ്പെട്ടതാണ്. ഇനി 2ാമത്തെ വർക്കെന്ന നുബയ്യൻ വിശദീകരിക്കാനാണ്. 1 ശാരീരിക ശുദ്ധിയുടെ ഭാഗമായ 4 കാര്യങ്ങൾ എഴുതാം. 1 ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ. 2 ഉളു ചെയ്യൽ. 3 കുളിക്കൽ. 4 തയമ്മും. 2ാമത്തത് സ്ഥിരമായി ശുദ്ധി പാലിക്കൽ കാരണമാകും എന്തിനൊക്കെ? പ്രാർത്ഥന സ്വീകരിക്കാനും പാപങ്ങൾ പൊറുക്കാനുമുള്ള കാരണമാണ്. 3ാമത്തെ ചോദ്യം ജടപിടിച്ച തലമുടിയുള്ള ആളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? ഇയാൾക്ക് തൻ്റെ തലമുടി ഒതുക്കാൻ ഒന്നും ലഭിച്ചില്ലേ? 4ാമത്തെ ചോദ്യം അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ച ആളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? ഇയാൾക്ക് തൻ്റെ വസ്ത്രം കഴുകാൻ ഒന്നും ലഭിച്ചില്ലേ? 5ാമത്തെ ചോദ്യം തിരുസുന്നത്തുകളിൽപ്പെട്ട 4 കാര്യങ്ങൾ എഴുതുക. 1 നഖം മുറിക്കുക, 2 മുടി ചീകുക, 3 ഗുഹ്യരോമം നീക്കുക, 4 മിസ്വാക്ക് ചെയ്യുക. ചോദ്യം 6 വെള്ളം 3 വിധമുണ്ട്, ഏതെല്ലാം? 1 തൊഹൂറ്, 2 ത്വാഹിർ, 3 മുതനജ്ജിസ്. 7ാമത്തെ ചോദ്യം ഏതാണ് മുസ്തഅമലായ വെള്ളം? ഉളൂഇൻ്റെയോ കുളിയുടെയോ ഫർളിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാണ്. ഇനി 3ാമത്തെ വർക്ക് പരിഹാരം നിർദ്ദേശിക്കാം. തൊഹൂറായ വെള്ളവും മുതനജ്ജിസായ വെള്ളവും തിരിച്ചറിയാതെ വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഗവേഷണം ചെയ്ത് തൊഹൂറാ വെള്ളത്തെ മനസ്സിലാക്കണം. അതിൽ 2 നജസും തൊഹൂറാ വെള്ളവും തിരിച്ചറിയാതെ വന്നു എന്ത് ചെയ്യണം?
അവ രണ്ടും ഗവേഷണം ചെയ്തോ അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ 3, തൊഹൂറായ വെള്ളവും തോഹിറായ വെള്ളവും തിരിച്ചറിയാതെ വന്നു. 2 വെള്ളം കൊണ്ടും 2 ഘട്ടമായി ശുദ്ധീകരിക്കണം. 4-ാമത്തെ വർക്ക് നക്തുബുൽ മാന, മീനിങ് എഴുതാനാണ്. ലാ യുഹാഫിദു അലൽ വുളു ഇല്ലാ മുഅ്മിനുൻ, ഉളു നിലനിർത്തുന്നത് വിശ്വാസി മാത്രമാണ്. ഇനി 5-ാമത്തെ തഖ്സീസ് അസൈൻമെന്റ് ആണ്. ഇത് ചെയ്ത് കാണിക്കാനാണ്, വാചകത്തിൽ പ്രയോഗിക്കാനാണ്. 1, 3 തരം വെള്ളങ്ങളും ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം, ചെയ്യേണ്ടതാണ്. തൊഹൂർ, ത്വാഹിർ, മുത്തനജ്ജിസ്. 2-ാമത്തത് വെള്ളം മുസ്താമലാകുന്ന രൂപം ക്ലാസ്സിൽ കാണിക്കാനാണ്. നമ്മൾ പറഞ്ഞു കോരിയെടുക്കൽ കൊണ്ട് കോരിയെടുക്കുന്ന നീയത്തോടുകൂടെ കൈയിട്ടാൽ വെള്ളം മുസ്തമലാകൂല എന്ന് പറഞ്ഞത് കാണിക്കാം. 3-ാമത്തത് ചെറിയ പാത്രത്തിൽ നിന്ന് കോരിയെടുത്ത് വുളു ചെയ്യുന്ന രൂപം ചെയ്ത് കാണിക്കാനാണ്. 2-ാമത്തെ വെള്ളം മുസ്താമലാകുന്ന രൂപം ക്ലാസ്സിൽ കാണിക്കാം. എങ്ങനെ മുസ്താമലാവാം? മുഖം കഴുകിയതിന് ശേഷം 2 കൊല്ലത്തെ താഴെ വെള്ളത്തിൽ കൈയിട്ടാൽ മുസ്താമലായി. 3-ാമത്തത് ചെറിയ പാത്രത്തിൽ നിന്ന് കോരിയെടുത്ത് വുളു ചെയ്യുന്ന രൂപം ചെയ്ത് കാണിക്കുക. കോരിയെടുക്കുന്ന നിയ്യത്ത് ചെയ്ത് കൈയിട്ടാൽ അത് മുസ്താമലാകൂല, അത് ചെയ്ത് കാണിക്കാനാണ്. 4-ാമത്തത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ചാർട്ട് പേപ്പറിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. 5 ഷർത്ത് നിസ്കാരത്തിൽ. 1, അശുദ്ധി എന്ന് ശുദ്ധിയായിരിക്കുക. 2, നജസ് എന്ന് ശുദ്ധിയായിരിക്കുക. 3, ഔറത്ത് മറക്കുക. 4, സമയമായെന്നറിയുക. 5, കിബിലക്ക് മുന്നിടുക. ഈ 5 ഷർത്തുകൾ ചാർട്ടിൽ വളരെ കൃത്യമായി എഴുതി തൂക്കുക. അല്ലാഹു തആല നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.